കപ്പുതാ പൂജപ്പുര എത്തിയിരിക്കുന്നു. അവിടെ സിജു കണ്ണനുണ്ട്. ആ സുവർണ കപ്പാണ് ഒരുപക്ഷെ എല്ലാവരെയും പ്രതീക്ഷിക്കുന്നത്, ഈ കല ആകർഷിക്കുന്നത്, ഓരോ ജില്ലയെയും ആകർഷിക്കുന്നത്. ആർക്കായിരിക്കും ഇത്തവണത്തെ കപ്പ്? ആരായിരിക്കും ഈ കലാകിരീടത്തിന് അർഹത നേടുന്നത്? വ്യക്തിപരമായുള്ള വാശി എന്നതിനപ്പുറത്തേക്ക് ജില്ലാതലത്തിലേക്ക് അതിനെ സംയോജിപ്പിക്കുന്നു. അങ്ങനെ വളരെ ശാസ്ത്രീയമായാണ് അതിൻ്റെ വിജയിയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളിലേക്ക് നമ്മുടെ നാടെത്തിയിരിക്കുന്നത്. ഇപ്പോഴിതാ സ്വർണ്ണക്കപ്പ്, ആ സ്വർണ്ണക്കപ്പിലേക്ക് മുഴുവൻ കണ്ണുകളും സിജു കണ്ണൻ്റെ കണ്ണും അവിടെ തന്നെയാണ്, അതിനടുത്തുണ്ട്. സിജു കണ്ണൻ, കപ്പ് പൂജപ്പുര എത്തി. അജിംഷാദ്, എല്ലാവരും ആകാംക്ഷയോടുകൂടി നോക്കുന്ന സ്വർണ്ണക്കപ്പാണിത്. നമുക്കറിയാം, ഈ 117.5 പവനിൽ തീർത്ത സ്വർണ്ണക്കപ്പാണ് 1987 മുതൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വിജയികളാവുന്ന ജില്ലയ്ക്ക് കൈമാറുന്നത്. ആ സ്വർണ്ണക്കപ്പാണ് ഇപ്പോൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി നോക്കുന്നത്. പുഷ്പവൃഷ്ടി നടത്തിക്കൊണ്ട് ആ സ്വർണ്ണക്കപ്പിനെ പൂജപ്പുരയിൽ സ്വീകരിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ 5 ദിവസങ്ങളിലായി നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പൂജപ്പുര സാംസ്കാരിക കേന്ദ്രത്തിൽ വെച്ച് ഈ സ്വർണ്ണക്കപ്പിന് സ്വീകരണം നൽകിയത്. ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ തന്നെ കൂടെ ചേരുന്നുണ്ട്. വലിയ ഒരു ആവേശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ കലയുടെ വലിയൊരു മേളമാണ് തിരുവനന്തപുരത്ത് നടക്കാൻ പോകുന്നത്. എന്തൊക്കെ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ പൂർത്തിയായിട്ടുള്ളത്? എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും നഗരസഭയുടെയും ഒക്കെ നേതൃത്വത്തിൽ നമുക്ക് പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീമതി OS അംബികയുടെ നേതൃത്വത്തിലാണ് കപ്പിൻ്റെ ഈ ഘോഷയാത്ര സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ MLAയുടെ നേതൃത്വത്തിൽ വളരെ വിപുലമായ ക്യാമ്പയിനുകളാണ്, പരിപാടികളാണ് ജനപങ്കാളിത്തത്തോടു കൂടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. വിവിധ ഇടങ്ങളിൽ ജനപ്രതിനിധികളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ സ്വർണ്ണക്കപ്പിനെ നാട്ടിലെ ഉത്സവമായി കണ്ടുകൊണ്ട് തന്നെ സ്വർണ്ണക്കപ്പിനെ വരവേൽക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ പൂജപ്പുര എത്തി. ഇനി 1-2 കേന്ദ്രങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ വേദിയായ MT നിളയിലേക്ക് നമ്മുടെ സ്വർണ്ണക്കപ്പ് പോകും. അപ്പോൾ വലിയ ആവേശത്തിലാണ്. നമുക്കറിയാം, ഈ നാട്ടിലെ എല്ലാവരും വലിയ ആവേശത്തോടു കൂടിയാണ് ഇതിനെ കാണുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്തായാലും വലിയ ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. നമുക്ക് മറ്റു വിവരങ്ങളിലേക്ക് പോകാം. എന്താണ് ഇവിടെ നടത്തിയിട്ടുള്ള ഒരു ഒരുക്കങ്ങൾ എങ്ങനെയാണ്? വളരെ ഗംഭീരമായ ഒരുക്കമാണ് ഈ കലോത്സവ മാമാങ്കം നടക്കുന്നത്. 13 വർഷത്തിന് ശേഷമാണ് തിരുവനന്തപുരം ജില്ലയിൽ മാമാങ്കം കലോത്സവം ഇവിടെ നടക്കുന്നത്. തീർച്ചയായും നല്ലൊരു മുന്നൊരുക്കം. ഞങ്ങൾ ഈ ട്രോഫി വരെ തിരിച്ച് ഈ സ്വർണ്ണ കപ്പ് നേടുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും, തിരുവനന്തപുരം ജില്ല വാങ്ങുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും 25 വേദികളിലായി ഞങ്ങൾ ഒരുക്കി കഴിഞ്ഞു. തീർച്ചയായും രാഷ്ട്രീയ ഭേദം മറന്നുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട്, ജനപ്രതിനിധികൾ ചേർന്നുകൊണ്ട് ഒരു വൻപിച്ച വരവേൽപ്പ് ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് രാവിലെ 9 മണിക്കാണ് ഞങ്ങൾ കിട്ടുന്നത്. വാഴോട് വെച്ചാണ് ഞങ്ങളുടെ സ്വീകരണം. തിരുവനന്തപുരം ജില്ലയുടെ ഇതുവരെ കിട്ടിയ സ്വീകരണം വളരെ ഗംഭീരവും ആവേശമുള്ള സ്വീകരണമാണ്. തീർച്ചയായും ഇതൊരു ഘോഷയാത്രയാണ്. ഞങ്ങൾ ഇതിനെ വരവേൽക്കുന്നത്. മാധ്യമ സുഹൃത്തുക്കളുടെ എല്ലാ സഹായവും ഈ 4 മുതൽ 8 വരെയുള്ള പരിപാടി ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. അങ്ങ് വടക്കേറ്റത്ത് നിന്ന് കാസർഗോഡ് നിന്നടക്കമുള്ള കുട്ടികൾ ഇവിടെ വിവിധ കലാ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ എത്തുന്നത്. ഞങ്ങളും കാസർഗോഡ് നിന്നാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പല സ്ഥലങ്ങളിൽ നിന്ന്, പല ജില്ലകളിൽ നിന്ന് വരുന്ന ആളുകളെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? വളരെ ഗംഭീരമായി മേയറുടെ നേതൃത്വത്തിൽ എല്ലാ കുട്ടികൾക്കും വേണ്ടിയുള്ള അക്കോമഡേഷനും, കുട്ടികൾക്കുള്ള 25 വേദികളിലായി അവർക്കുള്ള കലാമത്സരങ്ങൾ പങ്കെടുക്കാനുള്ള എല്ലാ വേദികളും സജ്ജമാക്കിയിട്ടുണ്ട്. ഭക്ഷണം പുത്തരിക്കണ്ട മൈതാനി വേദിയാവുകയാണ്. അത്തരത്തിലൊരു നല്ലൊരു മാറ്റമാണ് ഞങ്ങൾ ഈ കലോത്സവം വളരെ ആഹ്ലാദപൂർവ്വമായി നടത്തിക്കൊണ്ടുപോകുന്നത്. അജിംഷാദ്, എന്തായാലും 14 ജില്ലകളിൽ നിന്നും എത്തുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ അവരോടൊപ്പം എത്തുന്ന അധ്യാപകർക്കുമെല്ലാം ആവശ്യമായ ഒരുക്കങ്ങളെല്ലാം തന്നെ തിരുവനന്തപുരം ജില്ലയിൽ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി വലിയൊരു ആവേശത്തിന്റെ നാളുകളിലേക്കാണ് തിരുവനന്തപുരം കടക്കാൻ പോകുന്നത്. നമുക്ക് ക്യാമറമാൻ ഷൈജു പിലാത്രയോട് ഒരിക്കൽ കൂടി പറയാം, നമുക്ക് ആ സ്വർണ്ണക്കപ്പിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകണം. കാരണം ഇത് കാണുമ്പോൾ ആളുകൾ പറയുന്നുണ്ട് അത് സ്വർണ്ണക്കപ്പല്ല, ഒറിജിനൽ അല്ല, ഒറിജിനൽ അങ്ങനെ നേരിട്ട് കയ്യിൽ കൊടുക്കാറില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രേക്ഷകരോട് പറയുകയാണ്, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒറിജിനൽ സ്വർണ്ണക്കപ്പാണ്. കാരണം ഇത് 117.5 പവനിൽ തീർത്ത സ്വർണ്ണക്കപ്പാണ്. അതുകൊണ്ട് എല്ലാ സമയത്തും ഇത് മുഴുവൻ സമയവും കയ്യിൽ വെക്കാൻ ഈ വിജയികളായ ജില്ലകൾക്ക് അനുമതി നൽകാറില്ല. പക്ഷേ പിന്നീട് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു മാതൃകയാണ് പിന്നീട് ഇവർക്ക് കൈമാറുന്നത്. അവരവരുടെ ജില്ലാ ട്രഷറിയിലാണ് ഇത് 1 വർഷം സൂക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്വർണ്ണക്കപ്പാണ് ഒറിജിനൽ സ്വർണ്ണക്കപ്പ്. അതായത് 1987 മുതൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വിജയികൾക്ക് ഓവറോൾ ചാമ്പ്യന്മാരാകുന്ന ജില്ലകൾക്ക് നൽകുന്ന സ്വർണ്ണക്കപ്പാണിത്. ആ സ്വർണ്ണക്കപ്പ് ആനയിച്ചുകൊണ്ടുള്ള
അജ്മൽ വലിയ സുരക്ഷയാണ് ഒരുക്കുന്നത്. കാരണം ഞാൻ സൂചിപ്പിച്ചിരുന്നു, കാസർഗോഡ് നിന്ന് യാത്ര തുടങ്ങുമ്പോൾ ഞങ്ങൾ തന്നെയാണ് ആ യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. കാസർഗോഡ് ബ്യൂറോയിലുള്ള റിപ്പോർട്ടറും ക്യാമറാമാനും എന്ന നിലയിൽ കാസർഗോഡ് റിപ്പോർട്ടറായ ഞാനും അതോടൊപ്പം തന്നെ എൻ്റെ ക്യാമറാമാൻ ഷൈജു പിലാത്രയുമാണ് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഈ കപ്പിൻ്റെ യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. അന്ന് രാവിലെ 8:30 കൂടി 31-ാം തീയതി രാവിലെ 8:30 കൂടിയാണ് ഈ സ്വർണ്ണക്കപ്പ് അവിടെ എത്തിച്ചത്. അതിനുശേഷം വലിയ ആവേശത്തോടു കൂടി അവിടെ നിന്ന് സ്വർണ്ണക്കപ്പ് ആനയിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര തുടങ്ങി. അന്ന് കണ്ണൂർ ജില്ലയിലൂടെ കടന്നു വന്ന് വയനാട് ജില്ലയിലൂടെ കടന്നു വന്ന് പിന്നീട് കോഴിക്കോട് ജില്ലയിലേക്ക് എത്തി. അവിടെ നിന്ന് മലപ്പുറം കടന്ന് പാലക്കാട് കടന്ന് തൃശ്ശൂർ കടന്ന് എറണാകുളം കടന്ന് ഇടുക്കി കടന്ന് കോട്ടയം കടന്ന് ആലപ്പുഴ കടന്ന് പത്തനംതിട്ട കടന്ന് കൊല്ലം ജില്ല കടന്ന് ഇന്ന് തിരുവനന്തപുരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് കൈരളി ന്യൂസിന്റെ പ്രത്യേക പേര് തന്നെ കലസ്ഥാനം എന്നാണ്. ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ തിരുവനന്തപുരം ജില്ല സകല കലകളുടെയും ആസ്ഥാനമായി മാറാൻ പോവുകയാണ്. തലസ്ഥാനമല്ല, ഇനി മുതൽ കലസ്ഥാനമായി മാറാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ആവേശമാണ് നമുക്കിവിടെ നിന്ന് മുഴുവനായി കാണാൻ സാധിക്കുന്നത്. വാദ്യമേളങ്ങൾ, അതോടൊപ്പം തന്നെ വിവിധ കലാരൂപങ്ങൾ, നിരവധി വിദ്യാർത്ഥികൾ, ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ചരിത്രമാലേഖനം ചെയ്ത പ്ലക്കാർഡുകൾ എന്തിക്കൊണ്ടുള്ള വിദ്യാർത്ഥികൾ, അങ്ങനെ വലിയൊരു ആവേശമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അജിംഷാർ, തീർച്ചയായും സുവർണക്കപ്പ്, കപ്പിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. പൂജപ്പുരയിലേക്ക് എത്തി വലിയ സ്വീകരണമാണ്, പുഷ്പങ്ങൾ വിതറി അവിടെ നാടൊരുക്കിയിരിക്കുന്നത്. മാത്രമല്ല മേയർ ആര്യ രാജേന്ദ്രൻ അടക്കമുള്ളവർ ഒക്കെയും അവിടെയുണ്ട് കപ്പിന് സ്വീകരണം നൽകാൻ. മാത്രമല്ല വളരെ ഇൻഫോർമേറ്റീവായി ഓരോ വർഷത്തെയും കപ്പും അതിൻ്റെ വിജയികളും അതിൻ്റെ വേദികളും ഒക്കെ അടയാളപ്പെടുത്തിയാണ് കുഞ്ഞുങ്ങൾ ആ കപ്പിനെ സ്വീകരിക്കുന്നത്. അങ്ങനെ വളരെ ഇൻഫോർമേറ്റീവായി തന്നെയാണ് ഈ സ്വീകരണവും കൂടി തിരുവനന്തപുരം അതിൻ്റെ യശസ് ഉയർത്തിപ്പിടിച്ച് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്.